ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞൂസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അതിനുവേണ്ടി ആദ്യം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു. ചീഞ്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തേക്കുന്ന അമ്മീസിൻ്റെ പായസം മിക്സാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പാൽ ചൂടായി വരുന്ന ടൈമിൽ നമ്മുടെ പായസം മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി ഉള്ള ഐറ്റംസാണ് പഞ്ചസാര, ഏലക്ക, മുന്തിരി, അണ്ടിപ്പരിപ്പ്. ഇതെല്ലാം നമുക്ക് ആ ഒരു പായസം മിക്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ വേറെ വാങ്ങി കാശ് കളയേണ്ട ഒരു ആവശ്യമില്ല. ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു മിക്സാണ് ഇപ്പോൾ നമ്മൾ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പായസത്തിന് വറുത്തിടണം എന്ന് തന്നെ ഇല്ല. നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാലും ഒരു ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി ഏലക്ക കേട്ടോ. ആ ഏലക്ക നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ കുടിച്ചു നോക്കുമ്പോൾ നമുക്ക് നല്ല ആ ഒരു ഏലക്കയുടെ സ്വാദ കാര്യങ്ങളെല്ലാം അതിനുണ്ട്. ഒരു അടിപൊളി പായസം കൂടിയാണ് ഈ പറയുന്ന മിക്സ്. നമ്മൾ അപ്പോൾ പായസം മിക്സ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രമാണ് നമ്മുടെ പായസം കട്ട പിടിച്ച് പോകാതിരിക്കൂ. അതായത് ഇല്ലെങ്കിൽ നമുക്ക് കട്ട പിടിച്ച് സേമിയ പോകാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടി കേട്ടോ. ഇതുപോലെ നമുക്ക് സേമിയ വെന്തതിന് ശേഷം ഇതുപോലെ പാല് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു തേങ്ങ നമ്മൾ ചിരണ്ടി അതിൻ്റെ പാല് പിഴിഞ്ഞ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സേമിയ ആ പാലിൽ കിടന്ന് നന്നായിട്ട് വെന്തതിന് ശേഷമാണ് നമുക്ക് ആ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സേമിയ ഓൾറെഡി അതിൽ കിടന്ന് വെന്ത് നല്ലൊരു ടേസ്റ്റായിട്ടുണ്ട്. ഒരു മണവും എല്ലാം വരുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. വേറെ എക്സ്ട്രാ പഞ്ചസാരയോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള മധുരവും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു പായസത്തിന് ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പായസം ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറുകി നമ്മുടെ പാലിൽ കിടന്ന് ഇതുപോലെ തിളച്ച് കിട്ടിയതിന് ശേഷമാണ് നമ്മളതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പായസം ഓക്കെ ആക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും വിട്ടുപോകരുത്. അടുത്ത ഒരു കൊച്ചു വീഡിയോയുമായി വരെ കാണുന്നവരെ ബൈ ബൈ.